ഡോക്ടർ SD അനിൽകുമാർ എഴുതിയ ദൈവമേ എന്ന കഥ. സമയമില്ലാത്ത സമയത്ത് ഉറക്കമില്ലാത്ത ഉറക്കത്തിൽ വിടക്ക് നോട്ടവുമായി ദൈവം പ്രത്യക്ഷപ്പെട്ടു. സ്വയം ഒരു ലുക്കില്ലാത്തവർ പോൾവാൾട്ടിൽ കുത്തിയുയർത്തി നിർത്തുന്ന അപകർഷതാബോധത്തിൻ്റെ മൂപ്പിൽ സ്മൊഴിഞ്ഞു. മോനെ മേം ഭഗവാൻ ഹൂം. ഹിന്ദിയും ഹിന്ദി ദൈവങ്ങളും അശേഷം പിടിക്കാത്ത മലയാളിത്തരിയിൽ നഖമിട്ട് മാന്തി പുരികമുയർത്തി 4 കിലോ പുച്ഛം മുഖത്ത് വരുത്തി. ദൈവം വീണ്ടും മുഴിഞ്ഞു. ബേട്ടാ മേം തുമാരാ ഭഗവാൻ ഹൂം. വീണ്ടും ഗോസായി ഭാഷയിൽ മൊഴിയുന്ന രൂപത്തിൽ രൂക്ഷമായി നോക്കി കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിൻ്റെ 4 ശീലുകൾ ലേശം ഒച്ചയിൽ പറഞ്ഞ് തിരിഞ്ഞു കിടന്നു. മലയാളിയുടെ കാപഢ്യത്തിൻ്റെ മതേതര തുപ്പൽ തുടച്ച് ദൈവം പതിയെ പറഞ്ഞു, പ്രഭാകര, ഞാൻ നീ രക്തപുഷ്പാഞ്ജലി നേർന്ന അതേ ദൈവം. കൊറോണ കാലമായതിനാൽ ഞങ്ങളും ഹോം സർവീസ് തുടങ്ങി. വന്നത് ഒറിജിനൽ മലയാളി ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ചുവപ്പ് പുതപ്പും കള്ളിലുങ്കും ഉപേക്ഷിച്ച് ചാടി എഴുന്നേറ്റ് നടുവ് വളച്ചു. ഭഗവാനെ ക്ഷമിക്കണം, അടിയന് മനസ്സിലായില്ല. സാരമില്ല മകനെ, അല്ലേലും നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലാകില്ലല്ലോ. മാത്രമല്ല ഇപ്പോൾ ഹിന്ദി ചൊറിയുമില്ലേ. പ്ലീനത്തിൽ തീരുമാനിച്ചാൽ പിന്നെ 5 വർഷം തെറ്റിക്കാനാവില്ലല്ലോ തമ്പുരാനെ. മുള്ളണ്ട എന്ന പ്ലീനം പറഞ്ഞാൽ പിന്നെ 5 വർഷം മുള്ളാതിരിക്കണ്ടേ? അത് പ്ലീനവും വേദവും കണക്കാണ് പ്രഭാകര. ദൈവവും ഇസങ്ങളും മനുഷ്യൻ്റെ ചങ്ങലകൾ. അങ്ങനെ പറയല്ലേ തമ്പുരാനെ. എനിക്ക് ഭഗവാൻ കഴിഞ്ഞിട്ടേ പാർട്ടിയുള്ളൂ. എന്താണ് പ്രഭാകര നിൻ്റെ അവലാദികൾ? നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? അടുത്ത തിരഞ്ഞെടുപ്പിൽ എൻ്റെ കാര്യം കട്ടപ്പോവുകയാണ് ഭഗവാനെ. കാറ്റ് നിങ്ങൾക്ക് അനുകൂലമല്ലേ പ്രഭാകര? എന്നാലും സമവാക്യം ശരിയാകില്ല ഭഗവാനെ. അപ്പോൾ ഞങ്ങളുടെ കുലമാണോ പ്രശ്നക്കാർ? എല്ലാവരും മതം നോക്കിയാണ് ഭഗവാനെ വോട്ടിടുന്നത്. മതമോ മത താല്പര്യമോ? പ്രഭാകര, അങ്ങ് രാഷ്ട്രീയവും പഠിച്ചോ ഭഗവാനെ? മതവും മത താല്പര്യവും തമ്പുരാനെ? നിൻ്റെ മതത്തിൻ്റെ പിന്തുണ നിനക്ക് കിട്ടില്ലേ പ്രഭാകര? നിൻ്റെ പാർട്ടി നിന്നെ രക്ഷിക്കില്ലേ ഭഗവാൻ? എന്നാലും ജയിക്കണമെങ്കിൽ 15,000 വോട്ടിൻ്റെ കുറവുണ്ട്. ഇത്ര കൃത്യമായി നീ എങ്ങനെ അറിയുന്നു പ്രഭാകര? മനുഷ്യൻ്റെ മനസ്സറിയുന്നവരല്ലേ രാഷ്ട്രീയക്കാർ? ആണോ പ്രഭാകര? എങ്കിൽ എനിക്ക് നിന്നോടൊരു സംശയം ചോദിക്കാനുണ്ട്. എല്ലാം അറിയുന്ന ഭഗവാൻ അടിയനോട് സംശയം ചോദിക്കാനോ? അതൊക്കെ വെറും മുഖസ്തുതിയല്ലേ പ്രഭാകര? ഒരു രാഷ്ട്രീയക്കാരനാകാത്ത ദൈവത്തിൻ്റെ പരിമിതികൾ നീ മനസ്സിലാക്കണം. ദൈവമേ, ഞങ്ങളുടെ പുരാണത്തിലുള്ള കൃഷ്ണൻ അസൽ രാഷ്ട്രീയക്കാരനല്ലേ? ആ കൃഷ്ണനൊക്കെ നിൻ്റെ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ശിശുവല്ലേ? ദൈവത്തിന് ഞങ്ങളുടെ നേതാക്കന്മാരറിയാമോ? സാത്താനെ തിരിച്ചറിയാത്ത ദൈവമാണോ? ഭഗവാനെ, എനിക്ക് ഈ തവണ ജയിക്കണം. MLA ആകാതെ എനിക്ക് ഉറങ്ങാനാവില്ല. മന്ത്രിയാവാതെ മനസ്സ് നിറയില്ല. ആയിക്കൊള്ളു മകനെ. പക്ഷെ ഇത്തവണ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണോ പ്രഭാകര? ഭഗവാനെ കൺകെട്ടറിയാമോ? ജാലവിദ്യ അറിയാമോ? പ്രഭാകര, നീ ചിരിക്കരുത്. സത്യത്തിൽ അഷ്ടിക്ക് വകയില്ലാത്ത ദരിദ്രൻ ഞാൻ. ഈ വിദ്യകൾ അറിയാമായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആകില്ലായിരുന്നോ? ഭഗവാനെ, നമ്മുടെ മണ്ഡലത്തിൽ 25,000 മുസൽമാന്മാരും 20,000 നായന്മാരും ഉണ്ട്. തീയന്മാർ 35,000 ഉണ്ട്. ഞാൻ തീയനായതിനാൽ അവരെന്നെ പിന്തുണയ്ക്കും. 1.25 ലക്ഷം വോട്ടിൽ 1/10 വീഴും. തീയ വോട്ടും പാർട്ടി വോട്ടും കൂടി 55,000 വരേണ്ടതാണ്. കുറേ മുസ്ലിം വോട്ടും വീഴേണ്ടതാണ്. പ്രഭാകര, കണക്കിൽ നീ ജയിച്ചില്ലേ? അപ്പോൾ ഭഗവാനെ ജയിക്കേണ്ടതായിരുന്നു. എന്നാൽ മറ്റവരുടെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിമാണ്. അപ്പോൾ മൊത്തം വോട്ടും അറിയും. പിന്നെ തീയ വോട്ടിൽ പാർട്ടിയിലെ കണാരൻ ഭാഗം വിള്ളൽ വീഴ്ത്തും. പിന്നെ അങ്ങയുടെ ശബരിമല പാലത്തിൻ്റെ തകർച്ച, റോഡിൻ്റെ അഴിമതി, എന്തെല്ലാം പെടാപ്പെടാണ് ഒരു MLA ആകാൻ. പ്രഭാകര, ഇതിലെനിക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ? പറ്റും. എന്ത് ചെയ്താൽ നീ ജയിക്കും പ്രഭാകര? EVM തട്ടിപ്പ്. ദൈവം ഊറി ചിരിച്ചു. നിങ്ങൾ തോൽക്കുമ്പോൾ പറയുന്ന ഒരു തമാശയിലെ പ്രഭാകര? EVM തട്ടിപ്പ്. അതേ ഉള്ളൂ ഒരു മാർഗം തമ്പുരാനെ. നോക്കട്ടെ, ചെയ്തു തരണം. എനിക്ക് എന്ത് തരും? നോട്ടും പൂവും പായസവും. നിരോധിച്ച നോട്ടും കൊഴിഞ്ഞ പൂവും പുഴുത്ത അരിപ്പായസവും. നിരോധിച്ച നോട്ടിൻ്റെ കാര്യം ദൈവവും അറിഞ്ഞോ? ഞാനും ഈ നാട്ടുകാരനല്ലേ. കാശ് 7 കോടി ഒരു രാത്രി കൊണ്ടാണ് ആ കള്ളത്താടി മുടിച്ചത്. അവനെ ദൈവം വെറുതെ വിടരുത്. പ്രഭാകരനെ ജയിപ്പിക്കണമോ ആ താടിക്ക് കൊട്ടേഷൻ കൊടുക്കണോ? ജയിച്ചൊന്ന് മന്ത്രിയായിട്ട് ദൈവത്തിന് ഞാൻ പൊലിപ്പിക്കും. എന്നാൽ ആ താടിയെ തുലയ്ക്കണം. മാന്യമായി വ്യാപാരം ചെയ്യുന്ന രാഷ്ട്രീയക്കാരൻ്റെ കുടുക്ക പൊട്ടിച്ചവൻ തകർക്കണം. ശരി, എനിക്ക് മറ്റൊരു കോളുണ്ട്, പോട്ടെ. ശരി ഭഗവാനെ. സ്വന്തം സമുദായവും പാർട്ടിക്കാരും തേച്ചപ്പോൾ ഭഗവാനെ വിളിച്ചിട്ട് കാര്യമില്ല മനുഷ്യ. എൻ്റെ ദുർവിധി. മന്ത്രിമന്ദിരവും കാർമോഹിച്ച് ഞാൻ മുൻ MLAയുടെ ഭാര്യയായി നാറിപ്പോയല്ലോ എൻ്റെ ഗുരുവായൂരപ്പ. പ്രഭാകരൻ്റെ വാമഭാഗം വെറുതെ വെറുപ്പിച്ചു.
കഥ ഇവിടെ അവസാനിക്കുന്നു.